ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ ഐറ്റമായിട്ട് വന്നിരിക്കുകയാണ്. അധികം ആരും പരീക്ഷിക്കാത്ത സംഭവമാണ് ഇത്. പ്ലം എന്ന് പറയും. ഇത് നല്ല രസമാണ് കഴിക്കാനായിട്ട്. പ്ലം ഇപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ചെന്നാൽ ഇത് ഇത്രയൊന്നും തിന്നാനൊക്കെ. പിന്നെ ഇതിൻ്റെ തൊണ്ടിന് ചെറിയൊരു കയ്പ്പുണ്ട്, ചെറിയൊരു കയ്പ്പുണ്ട്. പക്ഷെ നല്ല രസമാണിത്. ഞാനിതിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഞാനിതാ നന്നായിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് മുളക്, ഒരു പച്ചമുളകാണ്. പച്ചമുളക് എടുത്തിട്ട് ഇതിലോട്ട് അരിഞ്ഞിടുകയാണ്. ഇത് സ്റ്റൈലൊന്നും അരിയണില്ല, എങ്ങനെയെങ്കിലൊക്കെ അരിഞ്ഞിട്ടാൽ മതിയില്ല. ഭയങ്കര ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഉപ്പിട്ടു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പിട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു പ്ലമ്മിൽ. ഇനി കുറച്ച് ചൂടുവെള്ളമാണത്, ചെറിയ ചൂട്, ഭയങ്കര വലിയ ചൂട് വേണ്ട. ഈ ചൂടുവെള്ളം ഒഴിച്ച് അത് ഫുള്ള് വെക്കണം എന്നല്ല, വെള്ളം കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഇത്രയും വെച്ചിട്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മളിത് ഈ പ്ലം 2 ദിവസം ഉപ്പും, നിങ്ങളെ കാണിച്ചിരുന്നല്ലോ, ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് വെച്ചിരുന്നതാണിത്. എന്നിട്ട് ഞാനത് അതിന് വെള്ളം ഊറ്റിക്കളഞ്ഞു. കാരണം ഇതിനൊരു കട്ട് പോലെ ചെറുതായിട്ടുണ്ട്. ഞാനത് എന്തായാലും ഞാനങ്ങ് ഊറ്റിക്കളഞ്ഞു വെള്ളം, കാരണം നമുക്ക് ഇനി രണ്ടാമത് വീണ്ടും എല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ സാധാരണ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇടാം, പക്ഷേ ഇത് വളരെ കുഞ്ഞാണ്, നന്നായിട്ട് പഴുത്തു പോയി. അപ്പോൾ അതിൽ കട്ട് ചെയ്യാൻ ഒക്കില്ല. നമുക്കിനി പാചകത്തിലോട്ട് കിടക്കാം. അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കടുകിടാം. ഇനി ഞാൻ അതിനകത്തിരുന്ന പച്ചമുളക് ഇങ്ങോട്ട് പറക്കി മാറ്റി വെച്ചു, കാരണം അതും ഇതുപോലെ ചൂടാവേണ്ടതാണ്. അപ്പോൾ ആ പച്ചമുളക് ഞാൻ ഇതിലോട്ട് ഇടുകയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, നന്നായിട്ട് മൂത്ത് പോയി. അതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ചൂടോടുകൂടി നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ നല്ല ചൂടോടുകൂടി പെട്ടെന്ന് കരിഞ്ഞു. പ്രത്യേകിച്ച് ചട്ടിയും കൂടി ആയതുകൊണ്ട് നല്ല ചൂടായിട്ട് കിടക്കുവാണ് ചട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1.5 സ്പൂൺ ഉപ്പ് നോക്കണം. എന്നിട്ട് ഉപ്പ് മതിയെന്ന് നോക്കാം. ഇനി ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. കാശ്മീരി ചില്ലിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, പക്ഷെ അതിൻ്റെ തീർന്നു പോയി. സാധാരണ മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. നമുക്കതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇത് ഇളക്കി കൊടുത്തതിന് ചിലപ്പോൾ കരിഞ്ഞു, ചൂടായിട്ടിരിക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഈ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇതിലേക്ക് നമുക്ക് അല്പം കായം പൊടി ഇടും. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കായം പൊടി ഇടാം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് വിനീഗറാണ്, ചെറുക്ക വിനീഗർ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനീഗർ നമുക്ക് ഒരു 2.25 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കും. ഇനി ഇതൊന്ന് ഒന്നിട്ട് നല്ലൊരു ചൂടായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്നല്ലോ 2 ദിവസം, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വിനീഗറും മുളക് പൊടിയും എല്ലാം ഇട്ട് വെച്ചിരിക്കുക. ഉപ്പ് ഒക്കെ നോക്കാം നമുക്കിനി, ഉപ്പൊക്കെ മതിയോ നോക്കണം. ഉപ്പ് കായമൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കണം. നമ്മളിപ്പോൾ കണ്ണിമാങ്ങ ഇടില്ല, അതുപോലെ നെല്ലിക്കയൊക്കെ ഇടില്ലേ, അതുപോലെ ഇരിക്കണം അല്ലേ കണ്ടിട്ട്. മറ്റേ മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം. അപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ്, കാരണം ഇത് സിമ്മിലിട്ട് ഒരു 2 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചതുകൊണ്ട് ഇതധികം വേവിക്കേണ്ടത്. കാരണം നമ്മൾ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധാരണ തിളപ്പിക്കാറില്ല. ഇതിന് തണുത്തിട്ട് നമുക്ക് കുപ്പിയിലോട്ട് ആക്കാം. പ്ലം അച്ചാറോട് റെഡി ആയിട്ടിരിക്കുകയാണ്.
ഇനി ഇതിപ്പോൾ ഉടനെ കഴിക്കാൻ പറ്റില്ല. ഇത് ഒരു മിനിമം 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ ഇതിന് ടേസ്റ്റ് വന്നു തുടങ്ങുള്ളൂ. കണ്ടോ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അച്ചാർ